ഹായ് ഫ്രണ്ട്സ്, ഇതൊക്കെ നമ്മുടെ ചാനലിലെ ഒരു ചെറിയ വീട്ടിലേക്ക് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂൾസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ വണ്ടിക്കകത്ത് കുറച്ച് ചെയ്തേക്കുന്ന കുറച്ച് മോഡിഫിക്കേഷൻസും കുറച്ച് അക്സസറീസും അതിനെക്കുറിച്ച്. അതായത് നമ്മുടെ വണ്ടി ഇപ്പോൾ ഏകദേശം 20 വർഷം ആവാറായി. 20 വർഷം അതിന് ഒരു 20 ദിവസം ഇല്ല. 20 ദിവസം കഴിഞ്ഞാൽ വണ്ടിക്ക് രണ്ടാമത്തെ ടെസ്റ്റ് റീടെസ്റ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ടെസ്റ്റിന് മുമ്പും ഇതെല്ലാം അലോയ്സും ബോക്സും ഫ്രണ്ട് സ്കേർട്ടിങ്ങും ഇതെല്ലാം സ്റ്റിക്കറുകളും എല്ലാം ഇളക്കണം. അപ്പോൾ കംപ്ലീറ്റ്ലി ഇളക്കി വണ്ടി സ്റ്റോർ റൂം കണ്ടീഷനിലാക്കിയിട്ട് നമുക്ക് ടെസ്റ്റിന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വണ്ടി പാസ്സാകത്തില്ല. അപ്പോൾ ഈ റൂഫ് ബോക്സ് ഒന്നും വരത്തില്ല, അലോയ്സ് ഒന്നും വരത്തില്ല, എല്ലാം സ്റ്റോക്ക് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് വണ്ടി തോത്തി ഇവിടെ വീട്ടിൽ വെച്ചിട്ട് വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിലാക്കാൻ പോവുക. അത് അലോയ്സും ബോക്സും സ്കേർട്ടിങ്ങും എല്ലാം ലൈറ്റുകളും എല്ലാം ഇളക്കി വണ്ടി ഇന്ന് സ്റ്റോക്ക് കണ്ടീഷനിലോട്ട് മാറ്റാൻ വേണ്ടി പോകാം നമ്മൾ. അപ്പം അതിനു മുമ്പ് നമ്മളിത് നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി ഈ ലുക്കിലോട്ട് മാറ്റണമെന്ന് എന്ന് പറഞ്ഞാൽ അലോയ്സിനൊക്കെ കാണുമായിരിക്കും. അല്ലാതെ നമ്മൾ കുറച്ചല്ലാതെ അപ്ഡേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയതൊന്നും അല്ല, ചെറുതായിട്ട് നമ്മുടെ കുറച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ, അത് നമ്മൾ ടെസ്റ്റ് ആയതുകൊണ്ട് കുറേ ആൾ ഏകദേശം ഒരു 2 മാസം കൊണ്ട് 2 മാസം കൊണ്ട് നമ്മൾ വണ്ടിക്ക് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പം വെച്ചേക്കുന്ന താഴത്തെ റബ്ബർ ലിപ്പ് മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മൾ കുറേ ആളുകൊണ്ടേ വണ്ടിക്കകത്ത് ഒന്നും വെക്കുന്നില്ലായിരുന്നു. കുറച്ച് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞോളാം. ഇപ്പോൾ നമുക്ക് കണ്ണി പോകാൻ വേണ്ടി നമ്മളെടുത്തിട്ട് വീടെടുത്ത വണ്ടി രാവിലെ എടുത്തിട്ട് മഴ പെയ്തു, നമ്മൾ തുറച്ചൊന്നുമില്ല, കിടക്കും. അപ്പം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പം മെയിൻ അട്രാക്ഷൻ നമ്മുടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ റൂഫ് ബോക്സാണ്. മെയിനായിട്ട് നമ്മൾ വെച്ചത് റൂഫ് ബോക്സാണ് വെച്ചത്. റൂഫ് ബോക്സിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇട്ടിട്ടില്ല, എന്നാലും ചിലപ്പോൾ ഈ വീഡിയോ ഫ്രണ്ടിൽ നമ്മൾ ഇടുമായിരിക്കും. അപ്പോൾ അതാണ് റൂഫ് ബോക്സ് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ. പിന്നെ ജസ്റ്റ് നമ്മുടെ ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ ചുവന്നകത്ത് എന്തോ എഴുതിയേക്കുന്നത്. ഇതിങ്ങനെ ഫോട്ടോ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അങ്ങനെ അറിയാൻ പറ്റും. ഇത് ഞാൻ ആദ്യമേ എഴുതിയത് ടൊയോട്ട കൂൾസ് എന്നായിരുന്നു ആദ്യമേ എഴുതിയത്. അത് ഇച്ചിരി ഉള്ളായിരുന്നു, ഇനി അറ്റം വരെ വരത്തില്ല. ഇത് ജാപ്പനീസ് അത്. അപ്പോൾ അത് ഈ അറ്റം തൊട്ട് നടുക്ക് സെൻറ്റർ ഇരിക്കുമായിരുന്നു, ഇങ്ങനെ നിറഞ്ഞിരിക്കും. ഞാൻ നിറഞ്ഞിരിക്കാൻ വേണ്ടി ഇപ്പം അടിച്ചേക്കുന്നത് ടൊയോട്ട ഡൊമസ്റ്റിക് മാർക്കറ്റ്, അങ്ങനെയാണ് ഞാൻ അടിച്ചേക്കുന്നത്. ജസ്റ്റ് നമ്മുടെ JDM ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ രീതിയിൽ ജസ്റ്റ് നമുക്ക് പറയുമ്പോൾ ഒരു വാക്ക് എന്ന് പറയാൻ വേണ്ടി ഇതിങ്ങനെ നിറഞ്ഞിരിക്കാൻ വേണ്ടി അടിച്ചതേ ഉള്ളൂ. നമ്മളെന്തായാലും ടെസ്റ്റ് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ടൊയോട്ട കൂൾസ് തന്നെ ആക്കും, അല്ലെങ്കിൽ നമ്മൾ ബിഗ് ഡാഡി എന്നല്ല ആക്കും, അങ്ങനെ എന്തെങ്കിലും ആക്കുന്നതാണ്. പിന്നെ നമുക്ക് ജസ്റ്റ് സ്റ്റിക്കർ ബേസ് നമ്മൾ അടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ വലിയ ഓവറായിട്ട് നമ്മൾ ഒന്നും പണിഞ്ഞിട്ടില്ല, ജസ്റ്റ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ചാണ് ചെയ്തത്. പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ബോണറ്റ് ലോഗോ വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ഇതിൻ്റെ എല്ലാം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ വണ്ടി ചെയ്തിരിക്കുന്ന എല്ലാത്തിൻ്റെ ഓരോ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പം ഇത് നമ്മൾ ഡ്രിൽ ചെയ്ത് വെക്കുന്ന ടൈപ്പാണ്. ഇതിന് മുമ്പ് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പൊട്ടിച്ച് വെക്കുന്നത്. അത് ഒരു 500 രൂപയ്ക്ക് ആവുന്നുള്ളൂ. ഇതിന് ഏകദേശം ഒരു 3000 രൂപ വിലയുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഇപ്പം ഇത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു 2-3 മാസം ആയിട്ടുള്ളൂ. നൈസാണ്, വെൻ്റ് ആവുന്ന ടൈപ്പാണ്ട്. ഇതവർ പിടിച്ച് ഇവിടെ കുടക്കിയാലൊന്നും കുഴപ്പമില്ല, ഇതിങ്ങനെ ബെഡായി പോയിക്കോളും. അങ്ങോട്ട് മടങ്ങും, തിരിച്ച് വരികയും ചെയ്യും. പിന്നെ നമ്മൾ ഫ്രണ്ട് നോക്കുമ്പോൾ നമ്മുടെ ഗ്രില്ല് നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോക്ക് ഗ്രില്ല് നമ്മൾ ക്രോമായിരുന്നു, ഇവിടെ ക്രോമായിരുന്നു വരുന്നത്. അതെല്ലാം നമ്മൾ ഡീക്രോം ചെയ്ത് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലോഗോ മാത്രം ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് വയ്ക്കുന്ന രീതിയിൽ നമ്മളതിനെ ഒന്നും ചെയ്തിട്ടില്ല. അത് ക്രോം ചെയ്യുന്നിട്ട് ബാക്കിയെല്ലാം നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നത് ചുമ്മാ അതിന് വേണ്ടി നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തതേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ഗ്രില്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഗ്രില്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കസ്റ്റം മെയ്ഡ് ഉണ്ടാക്കിയത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 LED വെച്ചിട്ട് അതിൽ നമ്മൾ ജസ്റ്റ് കസ്റ്റം മെയ്ഡ് 40 രൂപയ്ക്ക് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ സ്റ്റാപ്പ് അതൊക്കെ നമ്മൾ പണ്ടുതൊട്ടാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ നിയോൺ കൊടുത്തിട്ടുണ്ട്, അതാണ് കിടക്കുന്നത്. ഈ നിയോണ് നമ്മുടെ പണ്ട് ഒരു ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നു. ഒരു ഫ്രണ്ട് ഇങ്ങനെ വലിയ ചട്ടി ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വെച്ചിരുന്ന റിങ്ങായിരുന്നു. അപ്പോൾ അത് നമ്മളെ ഇമ്മീഡിയ പിടിച്ചപ്പോഴത്തേക്ക് നമ്മളത് ഊരി മാറ്റിയിട്ട് നമ്മൾ അത് തന്നെ ഇങ്ങോട്ട് മാറ്റിയിട്ട് വെച്ചതേ ഉള്ളൂ. ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ കൊടുത്തതേ ഉള്ളൂ. നമ്മൾ അതിന് മുമ്പ് നമ്മൾ നേരത്തെ റണ്ണിങ് ടൈം DRL വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡിക്കേറ്ററും പാർക്കും കൊടുത്തു, അതിന് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ അത് കമ്പൈൻ ആയപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ജസ്റ്റ് ഇത് കയറ്റി വെച്ചതേ ഉള്ളൂ. പിന്നെ നമ്മളല്ലാതെ സൈഡിൽ ഫുള്ള് ഫോർച്യൂണർ മിറർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വെച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ലുക്ക് വൈസ് ആദ്യമേ ലുക്ക് കണ്ടാണ് വെച്ചത്, പക്ഷേ വെച്ചും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അത് നമ്മുടെ യൂസ് നൈസാണ്. നമുക്ക് അവിടെ നിന്ന് ഒതുക്കണമെങ്കിലും ഈ സൈഡ് മൊത്തത്തിൽ കാണാൻ പറ്റും. നമുക്ക് ഈ ഫ്രണ്ട് നമുക്ക് കറക്റ്റ് നമ്മുടെ ഡ്രൈവറിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് വെക്കുന്നത് പോലെ ഇരിക്കും. ഇത് നമുക്ക് ഡ്രൈവറിന് അവിടെ നോക്കിയിട്ട് തന്നെയാണ് സാധനം സ്ക്രൂ ചെയ്ത് വെക്കേണ്ടത്. പിന്നെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഡ്രൈവർ നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ സൈഡും കാണാൻ പറ്റും, നമ്മുടെ ഈ ഫ്രണ്ടും കാണാൻ പറ്റും. നമുക്ക് മാക്സിമം ഒതുക്കിയിടാനും പറ്റും. അങ്ങനെ നല്ല ഉപകാരമുണ്ട്. അതായത് നമുക്ക് നമ്മുടെ അടുത്ത് ബ്ലൈൻഡ് സ്പോട്ട് മിററും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തൊട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് നമ്മുടെ നമ്പർ പ്ലേറ്റ് കുറച്ച് താഴത്തേക്ക്, പക്ഷേ അതിന് രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അവനത് മാറ്റിയിട്ടില്ല. ഇത് അന്നേ ഇത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷമായി കാണും, 3 വർഷത്തിന് മേളിൽ
ഇത് വെച്ചിട്ട് അന്ന് 350 രൂപ ഏതാണ്ട് ഉള്ളായിരുന്നു. 350 രൂപ കണ്ടിരുന്നത്. പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കത്തില്ല, പക്ഷേ അത്യാവശ്യം നൈസാണ്. ഇരിക്കുന്ന കാണുമ്പോൾ നൈസിങ്ങനെ കുറച്ച് താഴോട്ട് ഇരിക്കുന്ന കാണുമ്പോൾ വലിയ രസമാണ് കാണാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം ഒരു 3 വർഷമായി കാണും നമ്മൾ വണ്ടി വെച്ചിട്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ വണ്ടിയുടെ ലുക്ക് മെയിനായിട്ട് പിടിച്ചിരിക്കുന്നത് നമ്മുടെ സ്കേട്ടിങ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഷോക്ക് വണ്ടി കാണാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ബമ്പർ ഇങ്ങനെ റൗണ്ടിൽ പോയിക്കൊണ്ട് ഭയങ്കര ഷോക്കോ. അപ്പം ഈ സ്കേട്ടിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ബമ്പർ പേരിങ്ങനെ താഴ്ത്തിരിക്കുന്നത് കാണാൻ ഒരു ഭംഗിയുള്ളൂ. ഈ സ്കേട്ടിങ് പോയി കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഒരു കാര്യമില്ല, ലുക്ക് കിട്ടത്തില്ല. പിന്നെ നമ്മുടെ സ്കേട്ടിങ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമ്മൾ റബ്ബർ ലിപ്പും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 2 ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതാണ്ട് ഇവിടെ 2 ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ കൊടുത്തപ്പോഴത്തേക്ക് അത്യാവശ്യം നൈസ് ലുക്ക്. നമ്മളതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഈ ലിപ്പിൻ്റെയും ഇതിൻ്റെ വീഡിയോ നമ്മൾ പറഞ്ഞാൽ തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ചെക്കൗട്ട് ചെയ്തു. പിന്നെ നമ്മൾ അല്ലാതെ നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് മെയിനായിട്ട് വലിയ എക്സ്ട്രക്ഷൻ ചെയ്തില്ല. പിന്നെ നമ്മുടെ പെയിൻറ്റിങ് കാണുമ്പോൾ അറിയാൻ പറ്റും, പെയിൻറ്റിങ് മൊത്തം ഡള്ളായി കിടക്കുക. കഴിഞ്ഞ പെയിൻറ്റിങ്ങിന് ഒരു പെയിൻറ്റിങ് വർഷോപ്പ് പണി നന്നായിരുന്നത്. അവർക്ക് നല്ല വർക്കാൻ നമ്മൾ കൊടുത്ത് പണി കിട്ടി. നമ്മൾ ഈ ടെസ്റ്റ് പിന്നെ സെറ്റാക്കാതെ മറിച്ചേക്കുക. അപ്പോൾ ഈ ടെസ്റ്റിൽ നമ്മൾ റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ സൈഡിൽ നിന്ന് വരുമ്പോൾ പിന്നെ ഉള്ളത് നമ്മുടെ അലോയ്സ. അല്ല നമ്മൾ വലുതായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അലോയ്സ് ചെയ്തിട്ടുണ്ട്. അലോയ്സ് നമ്മുടെ റേസിൻ്റെ ഒറിജിനൽ അലോയ്സ് നമ്മൾ കയറ്റിയിരിക്കുന്നതിനകത്ത് ഇതിൽ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മൾ ടയർ ഇട്ടേക്കുന്നത് യോക്കോഹമയുടെ യോക്കോഹമയുടെ ടയർ ഇട്ടേക്കുന്നത് 195 60 615 ഇട്ടേക്കുന്നത്. നമ്മൾ ചെറുതായിട്ടും സൈസ് കുറച്ചായിരുന്നു. നമുക്ക് 195 70 14 വരുന്നത്. 70 14 സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ 1 ഇഞ്ച് അലോയ്സിൻ്റെ കൂട്ടിയപ്പോഴത്തേക്ക് നമ്മൾ ഈ വിഡ്ത്ത് ഒന്ന് കുറച്ചായിരുന്നു. 70 എന്നുള്ളത് 60 ആക്കി. പക്ഷേ അത് 55 പെർഫെക്റ്റ് കിടക്കുന്നത്. 55 കിടക്കുന്നത്. അപ്പോൾ ഞാൻ 55 ഇടാനെന്ന് പറഞ്ഞാൽ 55 ആകുമ്പോഴത്തേക്ക് വണ്ടി ഇച്ചിരി തഴിയും ചെയ്യും. നമുക്ക് ടയർ പ്രൊഫൈൽ കാണുമ്പം നമ്മുടെ എത്രയും കൊണ്ട് രസം വരുന്നത്. ഇത്ര പക്ഷേ ഇച്ചിരി കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ലോഡ് വരുന്ന വണ്ടി ആയതുകൊണ്ടാണ് മെയിനായിട്ട് 60 കേട്ടോ. ഇവിടെ വരെയുന്നുണ്ട്, കണ്ടേ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചെത്തി റെഡിയാക്കി വെച്ചേക്കാണ്. ഇവിടെ ഇങ്ങനെ വേറെ നമുക്ക് ഇനി ഫ്ലാപ്പോ കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്തോട്ട് ഇനി ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഈ പെർഫെക്റ്റ് അളവ് ഈ 15 ഇഞ്ചിന് പെർഫെക്റ്റ് അളവ് എന്ന് വരുമ്പോൾ 195 55 15 ഈ 15 ഇഞ്ചിന് പെർഫെക്റ്റായിട്ട് നമ്മൾ തട്ടത്തൊന്നുമില്ല. നമുക്ക് ചെറിയൊരു ഫ്ലാപ്പ് വെക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഫ്ലാപ്പ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ടയർ അങ്ങോട്ട് വന്നിരിക്കും. ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ട് വന്ന് ബ്ലേഡ് വരച്ചെടുത്ത് ഇപ്പോൾ വരയുന്നില്ല. ഇപ്പം പെർഫെക്റ്റായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ സൈഡ് വരുമ്പോഴത്തേക്ക് നമ്മളല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. വേറെ കൂളിംഗ് ഫിലിമോ ഒന്നുമില്ല. കൂളിംഗ് ഫിലിം സൈഡിൽ ബാക്കിലുണ്ടായിരുന്നു. നമ്മൾ ഇളെ കളഞ്ഞിട്ടുണ്ട്. ഞാൻ അതെന്ന് പറഞ്ഞാൽ ഈ പെട്ടി വെച്ചേക്കുന്നത് മാത്രമാണ് ഇളെ കളഞ്ഞത്. അതായത് ഇൻ കേസ് നമ്മുടെ കൂളിംഗ് ഫിലിമിന് ഫൈൻ അടിക്കും, ഫോട്ടോ എടുക്കുമല്ലോ, വീഡിയോ ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ ഈ പെട്ടിക്കടെ ഫൈൻ തരുമെന്നൊരു പേടിയും കൊണ്ടാണ് ഊരി കളഞ്ഞത്. അതായത് ചിലർ പറയുന്ന പെറ്റിയുണ്ട്, ചിലർ പറയുന്ന പെറ്റിയില്ല. ഇത് നമ്മുടെ ഇതിൻ്റെ കാരിയർ കാറ്റഗറി പെട്ടങ്ങ് പോകുമെന്ന് പറയുന്നത്. പക്ഷേ പെറ്റി ഇട്ട് ഞാൻ റീൽസ് കണ്ടിട്ടുണ്ട്. ഒരു വെള്ള ഷിഫ്റ്റിന് മേളിൽ പെറ്റി ഇട്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പുള്ളിയോട് ചോദിച്ചു പറഞ്ഞു, പുള്ളി പറഞ്ഞ് പെറ്റി കിട്ടി 10,000 രൂപ കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് ഈ കൂളിംഗ് ഫിലിം എല്ലാം കളഞ്ഞത്. കൂളിംഗ് ഫിലിം ഇല്ലാത്തതുകൊണ്ട് കാണാൻ അത്ര രസമല്ല വണ്ടി കാണാൻ വേണ്ടി. പിന്നെ നമ്മൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഒരു യൂസ്ഫുൾ സാധനം പണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു 4-5 വർഷത്തിന് മുകളിൽ വെച്ച സാധനമാണ്. അത് പണ്ടത്തെ മോഡൽ സാധനമാണ്. ഈ ബ്ലൈൻഡ് സ്പോട്ട്, ഈ ചെറിയ സാധനം അത് 15 രൂപ 20 രൂപയും കൂടെ ആയിരുന്നു. പക്ഷേ ഇത് ഭയങ്കര യൂസാണ്. നമുക്ക് മെയിനായിട്ടെന്ന് പറയുമ്പോൾ മിറർ ഒന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കണ്ടേ ഈ സൈഡൊക്കെ കണ്ടേ ഇത്രയും കാണുമെന്ന് തിരിച്ചു. ഇത്രയും സൈഡ് നോക്കുമ്പോൾ ഈ സൈഡ് ആ സൈഡ് നോക്കുമ്പോൾ ഇത്രയും കാണത്തുള്ളൂ. പക്ഷേ ആ സാധനം ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ ഏരിയ മൊത്തം ബ്ലൈൻഡ് സ്പോട്ട് നല്ല വൃത്തി വൈഡായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് വണ്ടിയുടെ ഒതുക്കണമെങ്കിലോ തിരിക്കണമെങ്കിലൊക്കെ പെർഫെക്റ്റ് സാധനം. ഞാൻ അതുകൊണ്ടാണ് കുറേ ബോറായതിൻ്റെ കാലം കഴിഞ്ഞെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഇളക്കി മാറ്റാത്ത അതുകൊണ്ട്. പക്ഷേ ഇതിന് മേളിൽ വെക്കുന്നതുകൊണ്ട് അത് എനിക്ക് ഈ വണ്ടിക്കകത്ത് യൂസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ അത് തന്നെ ഞാൻ എൻ്റെ ഷിഫ്റ്റിനകത്തും പിന്നെ വെച്ചപ്പം എനിക്ക് യൂസ് ആയിട്ട് തോന്നിയായിരുന്നു. പക്ഷേ ആ മറ്റേ മേളിൽ നിന്ന് ബ്ലൈൻഡ് സ്പോട്ട് പറഞ്ഞാൽ അപ്പുറത്തിരിപ്പോൾ ഇവിടുത്തെ ഇളകിപ്പോയി. കാണിച്ചാൽ അടുത്ത് ഈ മോഡൽ ഇതെന്ന് വെച്ചപ്പോൾ എനിക്ക് വലിയ തോന്നിയിട്ടില്ല. അതായത് ഇത് വെച്ചപ്പം ഭംഗിക്ക് വേണ്ടി മാത്രമേ ഈ വണ്ടി ഇത് വെച്ചിരിക്കുന്നത്. എനിക്കത് യൂസായിട്ട് തോന്നിയിട്ടൊന്നും ഇടയ്ക്ക് കറക്റ്റ് ഫിറ്റും അല്ല. അതായത് ഇങ്ങനെ ഇവിടെ തട്ടി ഇവിടെ ഇത്രയും അകത്തോട്ട് ഇതില്ലാത്തതുകൊണ്ട് ഇത് കയറി നിൽക്കത്തില്ല. പിന്നെ അതിനെ കട്ട് ചെയ്ത് സ്ക്രൂ ചെയ്തൊക്കെ വെക്കണം. അപ്പം ഇത് ആ ബ്ലൈൻഡ് സ്പോട്ട് മിറർ നമ്മളത് ഷോക്ക് വെച്ചേക്കുന്നത്. പക്ഷേ ഇത് 100% ഞാൻ പറയും യൂസ്ഫുൾ സാധനമാണ്. ഇത് അന്ന് വെറും 15 രൂപ കൊണ്ടേ ഉള്ളായിരുന്നു. പക്ഷേ അത് നല്ല യൂസായിട്ടുണ്ട് ഈ സാധനം. പിന്നെ അല്ല നമുക്ക് ഇന്ത്യയിലോട്ട് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് ദുബായിൽ നിന്ന് നമുക്ക് കൊണ്ട് തന്നായിരുന്നു. നമ്മുടെ ഡാഷ്ബോർഡ് ക്ലോത്ത് ഇതൊന്നും അത്യാവശ്യം നല്ല സാധനം. ഇത് ഏകദേശം ഒരു 4 വർഷമൊക്കെ കാണും. 3-4 വർഷമൊക്കെ ആയിക്കാണ്. ഞാൻ ഇടയ്ക്ക് വെച്ച് ഇത് മരുത്ത് മാറ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്. നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ഗ്ലാസ് ചെറുതായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു വൈകിട്ട് സമയത്തൊക്കെ നമുക്ക് ഇവിടുത്തെ ഷെഡിൽ തന്നെ കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ വലിയൊരു എന്തോ ഒരു തടസ്സം പോലെ പെട്ടെന്ന് ചിലപ്പോൾ ഉപയോഗിക്കാത്തവർ ഉപയോഗിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങ്
ഊരി വെച്ചായിരുന്നു. പിന്നെ അത് അങ്ങ് സെറ്റായതായിരുന്നു. പിന്നെ നമുക്ക് ഫ്രണ്ട് പോയി പ്രത്യേക രസമാണ്. ഇവിടുന്ന് അകത്തു നിന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ അതൊരു നൈസ് ഒരു ലുക്ക് ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുത്തിട്ടേക്കുന്നത്. കറക്റ്റ് ഷേപ്പല്ല, ഞാൻ അകത്തോടെ മടക്കി വെച്ചേക്കുന്നത് കറക്റ്റ് ഒരു ഭംഗിക്ക് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇത് തന്നെ അത്യാവശ്യം നൈസുമാണ്. പിന്നെ വേറെ ഗുണമെന്ന് പറഞ്ഞാൽ എ സിക്ക് ഇച്ചിരി കൂളിങ്ങനെ തോന്നി എന്ന് പറഞ്ഞാൽ ഈ ഡാഷ്ബോർഡ് ഡയറക്റ്റ് ചൂട് അടിക്കാത്തതുകൊണ്ട് ഡാഷ്ബോർഡ് നല്ല വെച്ചിട്ടുണ്ടായാലും ചെറിയൊരു തണുപ്പ്, ചെറിയ ചൂട് വരും. പക്ഷേ നമ്മൾ നോർമലി കൊണ്ടിടുന്ന അത്രയും ഒരു ചൂട് ഡാഷ്ബോർഡ് തോന്നിക്കത്തില്ല. എന്നാൽ ഇതിനകത്ത് ഈ ക്ലോത്തി വെയിലടിക്കുന്നുണ്ടേ അത്രയും തോന്നത്തില്ല. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഹാങ് ചെയ്ത് നമ്മുടെ അവിടെ ഫോട്ടോ തന്നെ കൊടുത്ത് നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ട് 2 സൈഡിലായിട്ടുള്ളതാണ്ട്. ഇവിടെ ഒരു ഫോട്ടോയും ഇവിടെ ഒരു ഫോട്ടോയും അത് നമ്മുടെ തൂക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ടോയ് കാർ, ഇതിൻ്റെ വീഡിയോ നമ്മൾ പണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് അറിയാൻ പറ്റും. ഇത് നമ്മൾ അന്ന് 150 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ഇതിന് 500 രൂപ 600 രൂപ വിലയുണ്ട്. സ്റ്റിയറിംഗ് കവർ ഇതും വെച്ചിട്ട് ഏകദേശം ഒരു 4 വർഷമായിട്ടുണ്ട്. ഇതും ഐസ് ലുക്കായിരുന്നു. പിന്നെ നമ്മൾ ഇൻറ്റീരിയറിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ സീറ്റോറൊക്കെ പണ്ട് നമ്മൾ വണ്ടി എടുത്ത സമയത്ത് അടിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷം 11 വർഷമായിട്ടുണ്ട്. ഇതുവരെ അതിനൊക്കെ കീറലോ അഴുക്കോ വെക്കും. പക്ഷേ അല്ലാതെ ഒരു ഡാമേജോ കളർ ഫെയ്ഡിങ്ങോ ഉള്ളത് അന്ന് നല്ല ക്വാളിറ്റിയുള്ള സാധനം അടിച്ചുകൊണ്ട് ഇപ്പോഴും അതുപോലെ ഇരിക്കുന്നത്. ഏകദേശം ഒരു 11 വർഷം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അല്ലാതെ ഇപ്പം പിന്നെ അത് വേറെ വലിയ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗിയർ നോബ് ചെയ്തിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ ഗിയർ നോബ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ഒരു ലോഗോ എടുത്തിട്ട് നമ്മളത് നമ്മുടെ സ്ക്രാപ്പിൽ പോയപ്പം കണ്ടായിരുന്നു. അപ്പോൾ എടുത്ത് നമ്മൾ ബോണ്ട് സ്റ്റിയറിങ്ങിനെ വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും സ്റ്റിയറിംഗ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് കഴിയുമ്പോൾ. പിന്നെ അല്ലാതെ ബാക്ക് ക്യാമറ ഉണ്ട്, അത് പണ്ടോട്ടേ അമൗണ്ട് ചെയ്തുള്ളായിരുന്നു. അത് ഡിസ്പ്ലേ പോയി, നമ്മൾ ഡിസ്പ്ലേ മാറ്റിയായിരുന്നു. പിന്നെ നമ്മൾ ടിഷ്യൂ ഹോൾഡർ അല്ലാതെ എല്ലാം സെറ്റാക്കി. പിന്നെ നമ്മൾ വണ്ടിക്കകത്ത് പിന്നെ സെൻട്രലൈസിങ് കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഡാഷ് ക്യാമറ വെച്ചിട്ടുണ്ട്. ഡാഷ് ക്യാമറ അല്ല, നമ്മുടെ ഒരു ആക്ഷൻ ക്യാമറ വെച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കാനൊക്കെ ജസ്റ്റ് ഒരു രസം. നമ്മളിപ്പം സ്റ്റിയറിങ് വണ്ടി ഓടിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ നിയമമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മളങ്ങനെ കൊടുത്തതേ ഉള്ളൂ. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി കൊടുത്തതേ ഉള്ളൂ.